PDP, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, ഈ രണ്ട് പാർട്ടികൾക്കും വലിയ സ്വാധീന ശക്തികളൊന്നുമല്ല നിലമ്പൂരിൽ. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ആ ഇഞ്ചോടിഞ്ച് എത്തുന്നു എന്നതിൻ്റെ അവസ്ഥയ്ക്കും അപ്പുറം ഒരു ദീർഘകാല പദ്ധതി ഈ നിലമ്പൂർ മുൻനിർത്തി മുന്നണികൾ ഒരുക്കുന്നു എന്നതുകൂടിയാണോ ഇവിടെ സംഭവിക്കുന്നത്? കാരണം വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PDPക്ക് ചെറുതല്ലാത്ത സ്വാധീനം സംസ്ഥാനത്തിൻ്റെ ചില മേഖലകളിലെങ്കിലുമുണ്ട്. സ്വാഭാവികമായും വെൽഫെയർ പാർട്ടിക്കും അത്തരം സ്വാധീനം ചെലുത്താൻ കഴിയും. അങ്ങനെ നിലമ്പൂരിൽ നടക്കുന്ന നീക്കത്തിന് പിന്നിൽ ഒരു ദീർഘകാല പദ്ധതി നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെ നിരീക്ഷിക്കാനാകുമോ? അങ്ങനെ വിലയിരുത്തേണ്ടി വരും സജിത്ത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഏറ്റവും പ്രസക്തമായ ഒരു നിലപാട് VD സതീശനിൽ നിന്നുണ്ടായത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ നിലപാട് ഇല്ല എന്ന്. അതായത് മതരാഷ്ട്രവാദം എന്നാണല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. വർഗീയ ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഇന്നലെ VD സതീശൻ നടത്തിയ പ്രസ്താവനയിൽ മതരാഷ്ട്രവാദത്തെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നു എന്നതിനെ എതിർക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് മറ്റൊരു കാര്യം കൂടി സഹിത്ത് ഓർക്കണം. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, മതരാഷ്ട്രവാദം എന്ന നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്മാറിയിട്ടുണ്ടോ എന്ന്. അത് PK കുഞ്ഞാലിക്കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വാദമല്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരിശോധിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് VD സതീശൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്നുള്ള കാര്യം അംഗീകരിക്കുവാൻ PK കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അവിടെ പ്രസക്തമായ കാര്യമാണ്. പിന്നെ ഇപ്പോൾ സഹിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇത് ദീർഘകാല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലേക്കുള്ളതാണോ എന്ന് അതേ എന്ന് പറയേണ്ടി വരും. കാരണം വെൽഫെയർ പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നും നിലമ്പൂർ മണ്ഡലത്തിലില്ല. കൂടി വന്നാൽ 2500 വോട്ടുകൾ. പിന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് കേഡർ വോട്ടുകളാണ്. അത് അവർ ആർക്ക് ആഗ്രഹിക്കുന്നു, ആർക്ക് പരസ്യമായി ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു, അവർക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇതുവരെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ വോട്ടുകൾ മാത്രം കണ്ടുകൊണ്ട് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ UDFന് ജയിച്ചു കയറി വരാൻ പറ്റുമെന്ന് ആരും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. പിന്നെയുള്ളത്, വെൽഫെയർ പാർട്ടിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല UDF എന്ന് ഇന്നലെ VD സതീശൻ പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. വെൽഫെയർ പാർട്ടിയുമായി കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFനുണ്ടായിരുന്നു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടിയിരുന്നത് LDFനായിരുന്നു. പിന്നെ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുതലിൽ ഒരു തടസ്സവും UDFന് ഇപ്പോഴില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് വർഗീയ ശക്തികളുടെ വോട്ട് മേടിച്ചാലും ജയിക്കണം എന്ന കാര്യത്തിൽ അത് നിലമ്പൂരിലല്ല, ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതി തന്നെയാണത്. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരുന്ന നിലമ്പൂരിലെ മുസ്ലിം രാഷ്ട്രീയം, അതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സമസ്തയെ രണ്ട് തവണയായി സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കളെ ഇപ്പോൾ ലീഗിൻ്റെ ഈ തീരുമാനം മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തേത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ EK സമസ്ത വിഭാഗത്തിലെ നമ്മളെല്ലാവരും ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും സമസ്തയിൽ എന്നാണല്ലോ, EK സമസ്തയിൽ എന്നാണല്ലോ പറയാറുള്ളത്. അത് അവരും അംഗീകരിച്ച കാര്യം തന്നെയാണ്. അതിൽ ഈ ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവർ അവർ അംഗീകരിച്ചിരുന്നില്ല. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ നിലപാടുകൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനും ഉണ്ടായിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം എടുത്ത സിനിമകളും ഒക്കെ അത് ഈ സമസ്ത EK സമസ്തയിലെ ഈ ലീഗ് വിരുദ്ധ ചേരിക്ക് താല്പര്യമുള്ളതല്ല. അതിനാൽ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ ഒരു എതിർപ്പിലേക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ തീരുമാനം, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുവാനുള്ള തീരുമാനം, അവരുടെ പിന്തുണ അംഗീകരിക്കാനിടയായ സാഹചര്യം. അത് വീണ്ടും EK സമസ്തയിലെ ഈ ലീഗ് വിരുദ്ധ അണികളെ അവരെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണോ എന്ന കാര്യത്തിൽ അവർ ഇപ്പോൾ ഒരു നിലപാടിലേക്ക് വരികയാണ്. അത് ലീഗിനെയും UDFനെയും വെട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് UDF ഇക്കാര്യം ചിന്തിക്കാതെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇതേ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിലപാടായിരിക്കും. പിന്നെ നേരത്തെ സജീവൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, ഈ ലീഗ് വിരുദ്ധ ചേരിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നയാളാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അദ്ദേഹം ഈ മണ്ഡലംകാരൻ കൂടിയാണ്, നിലമ്പൂരുകാരൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈകാരികമായ ഒരു ബന്ധം കൂടി അവിടെയുണ്ട്. അപ്പോൾ ലീഗ് വിരുദ്ധ ചേരിയിൽ ഉള്ളവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള നിലപാട് എടുക്കുകയാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം, സമസ്തയിൽ ഇക്കാര്യത്തിൽ വീണ്ടും ഭിന്നത രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. നേരത്തെ സമസ്തയിൽ ലീഗ് വിരുദ്ധലും ലീഗിനെ പിന്തുണയ്ക്കലും തമ്മിലുള്ള തർക്കം ഉടലെടുത്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഭിന്നതയ്ക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മറ്റ് വർഗീയ ശക്തികൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതായിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ നയങ്ങൾ അവർക്ക് കീഴടങ്ങിക്കൊണ്ട് നടപ്പിലാക്കുക
ഉണ്ടാക്കുവാൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നു. അവരുടെ നുഴഞ്ഞുകയറ്റം മുസ്ലിം ലീഗിലേക്കുണ്ട്, അത് അനുവദിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഈ ലീഗ് വിരുദ്ധ ചേരി പറഞ്ഞിരുന്നത്. അതിപ്പോഴും അവർ ആവർത്തിക്കുകയാണ്. മാത്രമല്ല, ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ലീഗിന്റെ EK സമസ്തയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം എടുത്ത നിലപാടുകൾ അത് ഈ രീതിയിലുള്ള വർഗീയ ശക്തികളെ അടുപ്പിക്കരുത്, അത് ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കും, സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യമായിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നിലപാട് സമസ്ത മുഷാവറ സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ശക്തികളെ സമുദായത്തിലേക്ക് അടുപ്പിക്കരുത്, അവരുടെ നിലപാടുകൾ അംഗീകരിച്ചു കൊടുക്കരുത് എന്ന നിലപാടെടുത്തതാണ് സമസ്ത മുഷാവറ. അപ്പോൾ അതിനെതിരെയുള്ള നിലപാടാണ് ഇപ്പോൾ ലീഗും UDF എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും നിലമ്പൂരിലെ മുസ്ലിം വോട്ട് ബാങ്കുകളെ ഇത് സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെന്ത് മറുതന്ത്രമാണ് പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും വെൽഫെയർ പാർട്ടിയെ വെച്ചുകൊണ്ട് അത് നേരിടുവാൻ സ്വാഭാവികമായിട്ടും സാധിക്കുകയില്ല. പക്ഷേ സയ്യിദ് സൂചിപ്പിച്ചതുപോലെ ഈ ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യം ഇതിനകത്തുണ്ട്. ആ സമയമാകുമ്പോഴേക്കും അവിടെ പാച്ചപ്പുകൾ നടത്താമെന്നുള്ളതുണ്ട്. അതുമാത്രമല്ല, മറുചേരിയിൽ ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ LDFന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ടല്ലേ അവർ ഇപ്പോൾ വെൽഫെയർ പാർട്ടി വർഗീയ ശക്തികൾ എന്ന് പറയുന്നത്. നേരത്തെ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ സ്വീകരിച്ച പാരമ്പര്യമാണ് CPMനും LDFനും ഉള്ളത്. അപ്പോൾ ഏത് ശക്തികളെ സ്വീകരിച്ചിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കുക എന്ന തന്ത്രം തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ UDFന് മേൽ ഈ സമസ്തയുടെ എതിർപ്പ്, സമസ്തയിലെ ഭിന്നത വീണ്ടും രൂപപ്പെട്ടു വന്നിരിക്കുന്നതും മുസ്ലിം വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ പോകുന്നതും. സജിത്ത്, മഞ്ജുഷ്, ഒരു കാര്യം കൂടി മഞ്ജുഷ്, ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മണ്ഡലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനത്തിനുമപ്പുറം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ഫാക്ടറായി മാറാൻ സാധ്യതയുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ മലബാറിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഇത് അങ്ങേയറ്റം പ്രകടമായേക്കാം. ചില വാർഡുകളിലൊക്കെ നമുക്കറിയാം തോൽവി ജയം സംഭവിക്കുന്ന നേരിയ വോട്ടുകൾക്കാണ്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ മേൽക്കൈ ആർക്ക് എന്നതിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മളിപ്പോൾ ചർച്ച ചെയ്ത മുസ്ലിം രാഷ്ട്രീയം മാറാനുള്ള സാധ്യത കൂടിയില്ലേ? അത് മുന്നണി നേതൃത്വങ്ങൾ മുന്നിൽ കാണുന്നു, അങ്ങനെ കൂടി കരുതണം അല്ലേ? ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾ പറയുകയാണ്, സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ട്, അവർ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുകയില്ല എന്ന്. പക്ഷേ മറുവശത്ത് ലീഗ് അനുകൂല ചേരി എന്ന് പറയുന്നത് സമസ്തയിൽ ഒരു പ്രബല വിഭാഗം തന്നെയാണ്, അവർ തന്നെയാണ് പ്രബലരായ വിഭാഗം. മറുചേരി എന്ന് പറയുമ്പോൾ അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടെ സംസ്ഥാന പ്രസിഡന്റ് അവരോടൊപ്പമാണ് എന്ന് വെച്ച് ഈ സമസ്തയിലെ മുഴുവൻ ആളുകളും ലീഗ് വിരുദ്ധ ചേരിയിലാണെന്ന് പറയാൻ പറ്റുകയില്ല. വലിയൊരു വിഭാഗം, അതായത് ആകെ വോട്ടുകളുടെ വലിയൊരു വിഭാഗം അവിടെയുണ്ട്, ലീഗിനൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ലീഗിനത് അറിയാം, സമസ്തയിൽ ഈ ഭിന്നത ഉണ്ടായെങ്കിലും ഈ മതസംഘടനയുടെ എതിർപ്പൊക്കെ വന്നാലും ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളത്. അവിടെ അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുമ്പോൾ ഓരോ വാർഡിലും ഫലങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്ന നിസാര വോട്ടുകൾക്കൊക്കെ ആയിരിക്കും. അവിടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്വാധീനം പല തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഇതിനു മുൻപും സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ ഭരിക്കുന്ന പഞ്ചായത്തുകൾ പോലുമുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ വരെയുണ്ട്. അതിൽ LDF UDF വ്യത്യാസമില്ല. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വെൽഫെയർ പാർട്ടിയുമായിട്ട് താഴെ തട്ടിൽ കൂട്ടുകൂടുന്നതിൽ എതിർപ്പില്ല എന്ന് UDFനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തന്ത്രം ഇങ്ങനെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം, ലീഗ് ഇന്നലെ PMA സലാമിന്റെ പ്രസ്താവനയിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ആരുടെ എതിർപ്പുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, ലീഗിനും UDFനും ആത്മവിശ്വാസമുണ്ട് നിലമ്പൂരിൽ ജയിച്ച് കയറാം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു വശത്ത് വോട്ട് ചോർന്നാലും കുഴപ്പമില്ല, അതിന് ഭിന്നമായിട്ട് മറുചേരിയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമസ്തയിൽ ഈ ഭിന്നത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതും. പക്ഷേ ഈ പറയുന്ന ഈ മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇനി അങ്ങോട്ട് ചർച്ചകൾ നടക്കും സജിത്ത്. അത് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത്. അദ്ദേഹം അംഗീകരിക്കുവാൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് എങ്ങനെ മുസ്ലിം ലീഗിന് പറയുവാൻ കഴിയും? അതെങ്ങനെ സമസ്തയിലെ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവനയ്ക്ക് ബലം നൽകാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും ആ വിഷയം ചർച്ചയാകും. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറഞ്ഞത്. ആ ഒരു നിലപാട് മാറ്റിയിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ ആലോചിച്ചേ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന്. യെസ്, അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ദീർഘകാല രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാൻ. ഈ മുസ്ലിം രാഷ്ട്രീയ ആർക്കൊപ്പം എന്ന ചോദ്യത്തിന് ഇരു മുന്നണികളും കച്ചകെട്ടി ഇറങ്ങുന്നതിന് പിന്നിൽ മറ്റ് ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി അതിന് പിന്നിൽ ഉണ്ട് എന്നതാണ് വസ്തുത.